ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്ക് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുക. വിശദവിവരങ്ങളുമായി ഹരികൃഷ്ണ ചേരുന്നു. ഹരികൃഷ്ണ, ഇവിടെ ഇത്രയുമൊക്കെ പുകിലുണ്ടാകുന്നു, സാധാരണക്കാരൻ എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്ന മനുഷ്യരെ പരിഹസിക്കുന്നു. ഇതാ വീണ്ടും മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക്. എന്താണ് വിശദവിവരങ്ങൾ? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സ നടക്കുന്നത് അവിടെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാളെ പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ഒരാഴ്ച അദ്ദേഹത്തിന് അവിടെ ചികിത്സയുണ്ട്. ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്നു. ആകെ മൊത്തം 10 ദിവസമായിരിക്കും അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനം. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനം. അമേരിക്കയിൽ അദ്ദേഹം തുടർ ചികിത്സയ്ക്കായി പോവുകയും ചെയ്യുന്നത്. നേരത്തെയും അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു. ഈ മയോ ക്ലിനിക്കിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തുടർ ചികിത്സയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഡോക്ടർ ഹാരിസിനെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ഒരാളുടെ ചെയ്തികൾ ശരിയായില്ല. ഈ സംവിധാനത്തെ ഒന്നാകെ, ആരോഗ്യ വകുപ്പിനെ ഒന്നാകെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഹരികൃഷ്ണ. ഈ ഘട്ടത്തിൽ ഇത് ആരാണ് പരിഹസിക്കുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമല്ലേ? ഉറപ്പായിട്ടും. അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഇതിനോടൊക്കെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. പ്രതിപക്ഷം ഒരു ഭാഗത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതായത് സർക്കാർ ആശുപത്രികളൊക്കെ നമ്പർ 1 ആണെന്ന് സർക്കാർ പറയുമ്പോഴും എത്തരത്തിൽ അത് നമ്പർ 1 ആണ്, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇത്തരം ആരോപണങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ാണ് ഇപ്പോൾ ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിനായി പോകുന്നു. അത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്.